നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ എന്ത് റിലേഷൻ ആയിക്കോട്ടെ ആ ഒരു ബന്ധത്തിൽ മറ്റൊരു തേർഡ് സിറ്റുവേഷൻസ് ഉണ്ടോ എന്നാണ്. സ്നേഹമായിട്ട് സ്മൂത്തായിട്ടും പോകുന്ന ഒരു റിലേഷനിൽ പോലും തേർഡ് പാർട്ടി സിറ്റുവേഷൻസുകൾ കടന്നു വരാം. അപ്പോൾ തേർഡ് സിറ്റുവേഷൻസ് ഉണ്ടോ എന്നും നിങ്ങളുടെ വ്യക്തിയുടെ ഉദ്ദേശം എന്താണ്, അവരെന്താണ് മനസ്സുകൊണ്ട് ഈ ബന്ധങ്ങളെ കാണുന്നതെന്നുകൂടിയാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. അത് നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, ഇതൊരു പോസിറ്റീവ് എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. അതുപോലെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ഒരു മാനിഫെസ്റ്റേഷൻസ് ആണ്. അത് എത്രത്തോളം വിശ്വാസത്തോടും പ്രാർത്ഥനയോടും പോസിറ്റീവ് എനർജിയോടും കൂടിയാണോ നിങ്ങളിത് കാണാൻ ശ്രമിക്കുന്നത്, അത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത് റെസനേറ്റ് ആകുന്നതായിരിക്കും. കൂടാതെ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവാകുന്ന തോട്ട്സുകളെയും നെഗറ്റീവാകുന്ന എനർജികളെയും ഹീലാക്കി കളയാനും നിങ്ങളെ ഈ ഓരോ റീഡിങ്സും സഹായിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുക. കൂടാതെ തന്നെ നിങ്ങൾക്ക് ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എങ്കിൽ, അതിനെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്നാൽ പോലും നിങ്ങൾ അതെന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്ത് കളഞ്ഞേക്കുക. കാരണം പ്രപഞ്ചം നൽകുന്ന ആ ഒരു എനർജി അത് നിങ്ങളിലേക്ക് എത്തേണ്ട സമയമായിട്ടില്ല എന്നതാണ് അതിൻ്റെ ഒരു തെളിവെന്ന് മനസ്സിലാക്കുക. പിന്നെ ഏത് എനർജിയാണ് വരാൻ പോകുന്നതെങ്കിലും, ഏത് ലൈഫ് സിറ്റുവേഷൻസിനാണ് നമ്മൾ നേരിടേണ്ടതെങ്കിലും അതിന് നല്ല സ്ട്രെങ്തോടുകൂടി തന്നെ നേരിടാൻ ശ്രമിക്കുക. അതിനുവേണ്ടി മനസ്സിനെ ഒരുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് 8 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അതായത് ഒരുപാട് ചോയ്സ് ഉള്ള, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്ന, ചെയ്യുന്ന കാര്യത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുകയും അതിനകത്ത് ഏറ്റവും ടോപ്പ് എനർജിയിലേക്ക് നിൽക്കുകയും ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണുന്നത്. കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യുന്ന, എന്ത് പ്രശ്നങ്ങളിലും ഏത് സാഹചര്യങ്ങളിലും അധ്വാനിക്കുക, അല്ലെങ്കിൽ ലൈഫിൽ സക്സസ് ആവുക എന്ന ആ ഒരു ധാരണയോടുകൂടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയോടുകൂടി മുന്നോട്ടേക്ക് പോകുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ഫിനാൻസ് പരമായ ഒരു കാര്യം നിങ്ങളുടെ വ്യക്തി വളരെയധികം സ്ട്രഗിളിങ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഒരു ജസ്റ്റിസ് ആണ് ആ വ്യക്തിയുടെ ലൈഫിൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരിക എന്നത്. അതായത് എത്രത്തോളം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാലും, എത്രത്തോളം സക്സസ്സിലേക്ക് പോകാൻ ശ്രമിച്ചാലും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് എപ്പോഴും സ്ട്രഗിളിങ് എനർജിയിലൂടെ കടന്നു പോകുന്ന ഒരു പേഴ്സണായിട്ടും, എന്നാൽ ആ വ്യക്തി നല്ല ഹാർഡ് വർക്ക് ചെയ്യാനും അധ്വാനിക്കാൻ മടിയില്ലാത്തൊരു പേഴ്സണായിട്ടുമാണ് കാണാൻ പറ്റുന്നത്. ഒരു ജസ്റ്റിസ് ആണ് അയാളുടെ ലൈഫിൽ. ഒരുപാട് കാര്യങ്ങളിൽ ജസ്റ്റിസുകൾ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. കർമ്മ ഫലം അനുഭവിക്കുന്നത്, അതായത് ലൈഫ് സിറ്റുവേഷൻസിൽ ഒരുപാട് കർമ്മകൾ നേരിട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഇനിയും കർമ്മകൾ നേരിടേണ്ടി വരുന്ന ഒരു പേഴ്സണായിട്ടാണ് കാണുന്നത്. ഈ ഒരു ജന്മം എന്ന് പറയുന്നത് തന്നെ ആ ഒരു വ്യക്തിയുടെ ഒരു ജസ്റ്റിസ് ആണ്. അതായത് ഒരു കർമ്മഫലം അനുഭവിക്കേണ്ട ഒരു കാലഘട്ടമാണെന്ന് തന്നെ പറയാം. അയാളുടെ ലൈഫിലേക്ക് പല സാഹചര്യങ്ങളും അറിയാതെ കടന്നു വരിക, ഒറ്റപ്പെടൽ കൂടുതൽ അനുഭവിക്കേണ്ടി വരിക, ലീഗലാകുന്ന ഒരുപാട് പ്രശ്നങ്ങളെ തരണം ചെയ്യേണ്ടി വരിക, ബാലൻസിലാക്കാൻ വേണ്ടിയിട്ട്, ലൈഫ് സിറ്റുവേഷൻസിനെ ഒന്ന് ബാലൻസിലാക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ സ്ട്രഗിളിങ് ചെയ്യേണ്ടി വരുന്ന ഒരു പേഴ്സണെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ ജനനം തന്നെ ശനിദശയിലാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം ഒരു ജസ്റ്റിസോടുകൂടി ലൈഫിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ്. അതായത് നീതിക്ക് വേണ്ടിയിട്ടെന്നും പറയാം, അല്ലെങ്കിൽ കർമ്മ അനുഭവിക്കുക എന്നുകൂടി പറയാവുന്ന ഒരു പേഴ്സണെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്താണെങ്കിലും ആ ഒരു വ്യക്തി ഇപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട്. ഫോക്കസിങ് ചെയ്യുന്നത് അയാൾ ഫിനാൻഷ്യലി ആയ കാര്യത്തിൽ തന്നെയാണ് കേട്ടോ. അതിനു വേണ്ടിയിട്ട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജി അല്ല വരുന്നത്. പക്ഷേ നിങ്ങൾക്കിടയിൽ ഒരു വ്യക്തി മറ്റൊരു സിറ്റുവേഷൻസും കൂടി ശക്തമായിട്ടുണ്ട്. അത് ഏറ്റവും നല്ല പോസിറ്റീവ് ആകുന്ന എനർജിയോട് കൂടി തന്നെ നിൽക്കുന്ന ഒരു തേർഡ് സിറ്റുവേഷൻസ് ഉണ്ട് എന്നാണ് കാണുന്നത്. ഇതിനകത്ത് ഒരു മെയിൽ എനർജി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്വതയില്ലാതെ കാര്യങ്ങളെ കാണുകയും എവിടെയാണെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റീസുകൾ തേടി പോകുകയും ചെയ്യുന്ന, അതായത് കയ്യിലൊരു കപ്പും പിടിച്ച് നിൽക്കുന്ന പോലെ, ആര് വന്നാലും കൊടുക്കാൻ തയ്യാറെന്ന പോലെ രീതിയിൽ, അങ്ങനെ ആ ആൾ ഈ ആളെ
എന്താണെന്നൊന്നും ഒരു സെലക്ഷൻ ഒന്നും ചിന്തിക്കാതെ തന്നെ ഈ അങ്ങനെ ഒരു ഫ്ലോട്ടിംഗ് എനർജിയിലൂടെ കടന്നു പോകുന്ന ഒരു പേഴ്സണെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ഏത് സിറ്റുവേഷൻസിലാണെങ്കിലും ആരായാലും അങ്ങനെയൊന്നും ആളുടെ മുഖമോ സ്റ്റാൻഡേർഡോ ഇതൊന്നും നോക്കാത്ത വിധം ഒരു ഇമോഷണൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ഒരു പേഴ്സണെയാണ് കാണാൻ പറ്റുന്നത്. എന്താണെങ്കിലും ഈ ഒരു വ്യക്തി, അത് മെയിലാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും, ഒരു സിറ്റുവേഷൻസ്, ഒരു തേർഡ് സിറ്റുവേഷൻസ് ശക്തമായ ഒരു തേർഡ് സിറ്റുവേഷൻ തന്നെ നിങ്ങളുടെ ബന്ധത്തിലുണ്ട് എന്നാണ് കാണുന്നത്. അത് നിങ്ങൾക്ക് മുന്നിലൊരു ബൗണ്ടറി തീർത്ത് നിൽക്കുന്നുണ്ട്, നിങ്ങളോട് ശക്തമായ ഫൈറ്റിംഗ്. ഇത് നിങ്ങളുമായിട്ട് ഇപ്പോഴും കണക്റ്റഡ് ആകുന്ന റിലേഷൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങളുമായിട്ട് ഫൈറ്റിംഗ് നടത്തുന്നതായിട്ടും ഒരു ബൗണ്ടറി തീർത്ത് നിർത്തുന്നതായിട്ടും കാണുന്നുണ്ട്. പൂർണ്ണമായും ബ്ലോക്ക് ചെയ്തു പോയിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അവർ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം ഈക്വലാകുന്ന എനർജിയിലൂടെ തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത്. പക്ഷേ നിങ്ങളുടെ വ്യക്തിക്ക് ഇടയ്ക്കൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. ഒരു മെച്യൂരിറ്റിയോട് കൂടി ചിന്തിക്കുന്ന ടൈമിൽ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. ഏതാണ് ബെറ്റർ, ഏതാണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ മാത്രമാണ് അവർക്കുള്ളത്. എന്താണെങ്കിലും ആ ഒരു പേഴ്സൺ സംബന്ധിച്ച് ഒരു കാർമിക് സിറ്റുവേഷൻസിലാണ് ചെന്ന് പെട്ടിരിക്കുന്നത്. അതായത് അതിൽ നിന്നും അവർക്കൊരു പൂർണ്ണമായ ഒരു സന്തോഷം ലഭിക്കുകയില്ല. പൂർണ്ണമായും ഒരു ഒരു സ്റ്റക്കായ എനർജിയിൽ, അല്ലെങ്കിൽ ഒരു ഒരു പെട്ടെന്ന് തോന്നിയ ഒരു ആകർഷണം എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻസ് മാത്രമാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നുള്ളൂ എന്നാണ് കാണാൻ പറ്റുന്നത്. ഒരു ടൈം പീരീഡ് കഴിയുമ്പം ഈ ഒരു പേഴ്സൻ്റെ ആ ഒരു സെപ്പറേഷൻ പീരീഡ് അവിടെ, അതായത് തേർഡ് സിറ്റുവേഷൻസിൽ ഉണ്ടാകും. കാരണം ഞാൻ പറഞ്ഞില്ല, ഒരു ജസ്റ്റിസ് ആണ് അയാളുടെ ലൈഫ് എന്ന് പറയുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ എവിടെ ചെന്നാലും കർമ്മഫലം നേരിടേണ്ടി വരുന്നു. അവർ കാണുന്നതെല്ലാം അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കർമ്മയുമായി കണക്റ്റ് ചെയ്യുന്ന വ്യക്തികളെ ആയിരിക്കും. ചിലത് നല്ല രീതിയിൽ അവർക്കത് ലഭിക്കുന്നുണ്ടെങ്കിൽ ചില സ്ഥലങ്ങളിൽ അവർക്ക് ബാഡ് കർമ്മയുടെ ഫലവും അനുഭവിക്കേണ്ടി വരുന്നു എന്നാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം ഇവിടെ വന്നിരിക്കുന്നത് ഒരു കാർമിക് എനർജിയാണ്. വളരെയധികം കണക്റ്റഡ് ആണ്, ഞങ്ങൾ ഏറ്റവും പോസിറ്റീവാണ്, ഏറ്റവും ഫോക്കസ്ഡ് ആണ് എന്ന് ഫീൽ ചെയ്യിക്കുന്ന, അതായത് നമുക്ക് ചുറ്റുമൊന്നും കാണാൻ പറ്റാത്ത വിധമുള്ളൊരു ഫീലിങ്സ് എനർജി ലഭിക്കുന്നതാണ് കാർമിക് സിറ്റുവേഷൻ. സ്റ്റാർട്ടിങ്ങിൽ വളരെയധികം കണക്റ്റഡ് ആയിരിക്കും. ആ ഒരു എനർജിയാണ് ഇപ്പം അവിടെ നിൽക്കുന്നത്. പക്ഷേ അത് എൻഡ് ആകുമെന്ന് തന്നെയാണ് വ്യക്തമായി കാണിക്കുന്നത്. അവർ പാസ്റ്റിലേക്ക് തിരിച്ചു വരേണ്ടി വരും. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ, അതല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിലേക്ക് തിരിച്ചു പോരേണ്ടി വരുമെന്ന് തന്നെയാണ് ആ ഒരു പേഴ്സണ് വരുന്ന ജസ്റ്റിസ് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കൂടാതെ തന്നെ നിങ്ങളുമായിട്ട് സൂപ്പറായ ഫൈറ്റിംഗ് എനർജി നടത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ നിങ്ങളുമായിട്ട് ഫൈറ്റിംഗ് നടത്തി ആ ഒരു പേഴ്സൺ സക്സസ് ആയിട്ട് നിൽക്കുന്നു എന്നാണ് കാണുന്നത്. കാരണം ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്ന ഒരു പേഴ്സണാണ് നിങ്ങളുടെ വ്യക്തി. സക്സസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യലി, ഞാൻ പറഞ്ഞില്ലേ, ഫിനാൻസ് സംബന്ധമായ ഒരു കാര്യത്തിൽ അമിതമാകുന്ന ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയും എന്നാൽ അതിനു വേണ്ടിയിട്ട് ഏത് സാഹചര്യങ്ങളിലും ഫൈറ്റിംഗ് ചെയ്യാനും കഠിനാധ്വാനം ചെയ്യാനും മടി കാണിക്കാത്തതുമായ ഒരു പേഴ്സണെയാണ് കാണുന്നത്. അപ്പം നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ ആ ഒരു പേഴ്സൺ ഒരിക്കലും മാറ്റി വെച്ചിട്ടില്ല എന്നുകൂടി നമുക്ക് എനർജിയിൽ കിട്ടുന്നുണ്ട് കേട്ടോ. പല സാഹചര്യങ്ങളും പല ഓപ്പർച്യൂണിറ്റീസുകളും ഒരുപാട് കാര്യങ്ങളിൽ അയാൾ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഒരു സ്പെഷ്യലായിട്ട് അയാളുടെ ലൈഫിൽ മാറ്റി നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എന്തോ ഒരു നേട്ടത്തെ സംബന്ധിച്ചാവാം, അല്ലെങ്കിൽ പെട്ടെന്ന് തോന്നിയ ഒരു അട്രാക്ഷൻ്റെ എനർജി ആവാം, അവരുടെ ഒരു കർമ്മയാണ് ആ ഒരു തേർഡ് സിറ്റുവേഷൻസ് അവരിലേക്ക് കണക്റ്റഡായി നിൽക്കുന്നത്. അത് അവരുടെ ലൈഫ് സിറ്റുവേഷന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. എന്താണെങ്കിലും വളരെ മെച്യൂരിറ്റി ഉള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒന്നെങ്കിൽ ഇത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജിയും കടന്നു വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെ ഒരു എനർജി കൂടി ഇതിനകത്ത് ശക്തമായിട്ടും കാണുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും ഫാമിലിയെ കണക്റ്റ് ചെയ്തുള്ള എനർജിയും ശക്തമായിട്ടുണ്ട്. ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് മെച്യൂരിറ്റിയോട് കൂടി കാര്യങ്ങളെ കാണേണ്ട വ്യക്തിയാണ്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, അതിനെ റിയാലിറ്റി ആക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ഫോക്കസിങ് ചെയ്യുന്ന ഒരു പേഴ്സണാണ്. ഇപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഈ വ്യക്തിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ഒരു മൂൺ എനർജി ഇവരെ പിടികൂടിയ ഒരു സിറ്റുവേഷൻസിൻ്റെ ഫലമായിട്ടാണെന്നാണ് കാണുന്നത്. കാരണം നന്മ തിന്മ തിരിച്ചറിയാൻ പറ്റാതെ മറ്റുള്ള
മറ്റുള്ള ഒരു എന്താ പറയുക ഇമോഷണലി പരമാകുന്ന ഒരു കാര്യത്തിൽ കൂടുതൽ അട്രാക്റ്റഡ് ആകുന്നതാണ് മൂൺ എനർജി എന്ന് പറയുന്ന സിറ്റുവേഷൻസ് നമ്മളിൽ കണക്റ്റഡ് ആയാൽ എന്താണെങ്കിലും ആ ഒരു സാഹചര്യം കൊണ്ട് പെട്ടെന്ന് തോന്നുന്ന ചിലപ്പോൾ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ്റെ പുറത്താവാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ ശക്തമായി ഫോക്കസിങ് ചെയ്യുന്നുണ്ട്. നല്ല മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി വളരെ പോസിറ്റീവ് ആകുന്ന എനർജിയോട് കൂടി തന്നെയാണ് ആ ഒരു ബന്ധം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കുന്ന, ഫിനാൻഷ്യലി പോലെ ഇമോഷൻസിനും, അതായത് ആരോട് വേണമെങ്കിലും എനർജി ഫീൽ ചെയ്യിക്കുന്ന അല്ലെങ്കിൽ അട്രാക്റ്റഡ് ആകുന്ന ഒരു പേഴ്സണാണ് നിങ്ങളുടെ വ്യക്തി എന്നാണ് കാണാൻ പറ്റുന്നത്. അതായത് ഒരു സ്ഥലത്തൊന്നും മാത്രം നിലനിൽക്കുന്നതല്ല, എവിടെയാണെങ്കിലും ആരോടൊത്താണെങ്കിലും ആ ഒരു പേഴ്സൺ ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ഇമോഷണൽ കമ്മ്യൂണിക്കേഷൻ ഒരു മടിയുമില്ലാത്ത വ്യക്തിയാണ്. വളരെ നല്ല പക്വതയോടുകൂടി കാര്യങ്ങളെ കാണേണ്ടതും ഒരുപോലെ നല്ലൊരു മെച്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് വരുന്നതെങ്കിൽ തന്നെ അയാൾ ഇമോഷണലി മറ്റെവിടെയും അഡിക്റ്റഡായി പോകുമെന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത്. മാത്രമല്ല ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് അയാൾക്ക് ചുറ്റുമുള്ള ഗൈഡൻസ്, അയാളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളും ഏകദേശം ഇതുപോലുള്ള ഒരു ക്യാരക്ടർ ബേസ് ഉള്ളവരാണ് എന്നാണ് കാണുന്നത്. അതായത് തെറ്റിനെ തെറ്റാണെന്നും ശരിയെ ശരിയാണെന്നുമുള്ളൊരു ഗൈഡൻസ് നൽകാൻ കഴിവുള്ള ഒരു രീതിയിൽ, അതായത് അവരുടെ പേരൻറ്റിങ് എനർജിയിൽ പോലും ഒരു തെറ്റ് തിരുത്തൽ സിറ്റുവേഷൻസിനെ കാണാൻ പറ്റുന്നില്ല. കാരണം അവരുടേതായ രീതിയിൽ മുന്നും പിന്നും നോക്കാതെ ഒരു ഫുൾ എനർജി പോലെ കടന്നു പോകുന്ന പേഴ്സണെയാണ് കാണാൻ പറ്റുന്നത്. അതായത് ഓപ്പോസിറ്റ് ഇതിൽപ്പെട്ട വ്യക്തികളെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്നു, പെട്ടെന്ന് അതിൽ ആക്ഷൻ എടുക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻസ് ആണ് ഈ ഒരു പേഴ്സൻ്റെ ഒരു ക്യാരക്ടർ ബേസ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു വ്യക്തി എല്ലാ കാര്യങ്ങളിലും ചെന്ന് പെടുന്നതെന്നും നമുക്ക് എനർജി കിട്ടുന്നു. പക്ഷേ അത് അയാളുടെ ഒരു കർമ്മയാണ്, പാസ്റ്റ് ലൈഫ് കർമ്മഫലമാണ് ആ ഒരു സാഹചര്യം. അയാൾക്ക് അങ്ങനെ ഒരു പേഴ്സണാലിറ്റീനെ കൺട്രോളിങ് ചെയ്യാൻ പറ്റാതെ പോകുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിനകത്ത് സിംഗിളായിട്ട് വരുന്ന എനർജി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വിവാഹം പോലുള്ള, അതായത് ഒരു ഏജ് കഴിഞ്ഞ് നിൽക്കുന്ന പേഴ്സണെയൊക്കെ പറയാൻ പറ്റും കേട്ടോ. 40 എബോവ് ഒക്കെ ഉള്ളവരുടെ എനർജി വളരെ ശക്തമായിട്ട് ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. അവർ വിവാഹം കഴിക്കാതെ നിൽക്കുന്ന എനർജി കൂടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഫാമിലി കണക്റ്റഡ് ആണ്. അതിനപ്പുറത്തേക്ക് ഒരു സിംഗിൾസിൻ്റെ എനർജിയും കൂടി കാണുന്നു. അത് ഒരു വിവാഹം മറ്റ് കാര്യങ്ങളിലേക്ക് മനസ്സിനെ ഇപ്പം കൊണ്ടുപോയി എത്തിക്കുന്ന ഒരു സിറ്റുവേഷൻസും കൂടി ഒരു പേഴ്സണിലുണ്ട് കേട്ടോ. ഒരു ജസ്റ്റിസ് എന്ന് പറയുന്നത് ഈ സിംഗിളായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചൊരു ജസ്റ്റിസ് എന്ന് പറയുന്നത് വിവാഹം എന്ന് പറയുന്നത് തന്നെയാണെന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തന്നിരിക്കുന്നത്. അവരുടെ ഈ ഒരു നെഗറ്റീവ് എനർജികളിൽ നിന്നും അവരുടെ ഈ മറ്റുള്ളവർ അവരെ മിസ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ അവർ മറ്റുള്ളവരുമായിട്ട് പെട്ടെന്ന് തന്നെ കണക്റ്റഡ് ആവുക, അട്രാക്റ്റഡ് ആവുക, ഈ ഒരു സിറ്റുവേഷൻസിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ജസ്റ്റിസ് പോലെ, അതായത് ഒരു ലൈഫ് ബാലൻസ് പോലെ അവർക്കൊരു വിവാഹ ജീവിതം തന്നെയാണ് ഉത്തമം. അതല്ലെങ്കിൽ ഫാമിലി സംബന്ധമായ കണക്ഷൻസിലൂടെ, അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയുടെ അഡ്വൈസോട് കൂടി, അത് ലീഗലി ആവാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിലൂടെ ആവാം, നല്ലൊരു അഡ്വൈസ് നിങ്ങൾക്ക് ഏറ്റവും സ്ട്രോങ് ആയ, നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരു പേഴ്സണുമായിട്ട് കണക്റ്റ് ചെയ്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനിലൂടെ പോകുന്നവർ തീർച്ചയായിട്ടും ഒരു അഡ്വൈസ് തേടുകയും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, നല്ലൊരു ഗൈഡൻസ് ഈ ഒരു പേഴ്സണ് നൽകുകയും ആ ഒരു വ്യക്തിയുമായിട്ടൊരു പുതിയ തുടക്കം ലൈഫിലേക്ക് ആഗ്രഹിക്കുന്നു എങ്കിൽ കൊണ്ടുവരികയും ചെയ്യുക. സിംഗിളായിട്ടുള്ളവരാണെങ്കിലും നല്ലപോലെ ആലോചിച്ചിട്ട് മാത്രമാണ് ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ഒരു മാരേജ് ലൈഫൊക്കെ തീരുമാനിച്ച് എടുക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. കാരണം ആ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ ബേസ് എന്ന് പറയുന്നത് മറ്റുള്ള കാര്യങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയി പോകുന്ന ഒരു എനർജിയാണ്. മാത്രമല്ല അയാളുടെ ഒരു ജനന സമയം, ആ ഒരു ടൈം മുതൽ അങ്ങനെയുള്ള ആ ഒരു ജസ്റ്റിസോട് കൂടി വന്നിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അപ്പം അത് ലൈഫ് ലോങ് വരെ അതങ്ങനെ ക്യാരക്ടർ ബേസ് ആയിട്ട് പോകാൻ സാധ്യതയുള്ള ഒരു എനർജീനെയാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. എന്താണെങ്കിലും ഇതിനകത്ത് ഒരുപാട് ഹാർട്ട് ബ്രോക്കണും സ്റ്റക്നെസ് ഒക്കെ അനുഭവിക്കുന്നുണ്ട്. നിങ്ങളും നല്ല രീതിയിൽ സ്റ്റക്കഡ് ആണെന്നാണ് കാണുന്നത്. നിങ്ങൾക്കൊരു ഹാപ്പിനെസ്സോ സന്തോഷമോ ഒരു പോസിറ്റീവ് ആകുന്ന ഒരു കാര്യങ്ങളോ ഒന്നും ഈ ഒരു റിലേഷനിൽ നിന്ന് കിട്ടുന്നില്ല. കാരണം ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് ഒരു സ്ഥലത്ത് തന്നെ പൂർണ്ണതയോടുകൂടി നിൽക്കാൻ ഒരിക്കലും സാധിക്കില്ല. നിങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ തന്നെ അടുത്തൊരു സിറ്റുവേഷൻസിലേക്ക് അട്രാക്റ്റഡ് ആയി പോകും
പോകുന്ന ഒരു എനർജീനെയാണ് കാണാൻ പറ്റുന്നത്. കുറച്ചും കൂടി മെച്ചമുള്ളത്, കുറച്ചും കൂടി നല്ലത് എന്നുള്ളൊരു ഫീലിങ്സ് മനസ്സിലേക്ക് വരുമ്പം തന്നെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ആ ഒരു സിറ്റുവേഷൻസിലേക്ക് അട്രാക്റ്റഡ് ആവും. കൂടാതെ തന്നെ ആ വ്യക്തി എന്ന് പറയുന്നത് വളരെയധികം ഒരു മറ്റുള്ളവർ കണക്റ്റഡ് ആകുന്ന മെച്യൂരിറ്റി, അയാളുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസും അല്ലെങ്കിൽ ആ ഒരു പേഴ്സണാലിറ്റിയൊക്കെ കൊണ്ട് മറ്റാരും ആ ഒരു പേഴ്സണിലേക്കും അട്രാക്റ്റഡ് ആകുന്ന ഒരു എനർജിയും കൂടി ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അയാളുടെ ഒരു ക്യാരക്ടറിനെ വളരെ നല്ല സ്മൂത്തായിട്ട് മൂവ് ഓൺ ചെയ്യിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നാണ് കാണുന്നത്. എന്താണെങ്കിലും സ്റ്റക്നെസ് ഉണ്ട്, ഇരയാക്കപ്പെട്ട സിറ്റുവേഷൻസ് ഒക്കെ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ നല്ല പോലെ കടന്നു വരുന്നുണ്ട്. ചീറ്റിംഗ് എനർജിയൊക്കെ ഇടയ്ക്ക് ഒരു പേഴ്സണ് സംഭവിക്കുന്നുണ്ട് ഫിനാൻസ് പരമായ കാര്യത്തിൽ. അപ്പോൾ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യാനും അതൊരു ടാസ്ക് പോലെ, ഒരു മത്സരം പോലെ ഏറ്റെടുക്കാനും മടിയില്ലാതെ മുന്നോട്ടേക്ക് പോകുന്ന അയാളുടെ ഒരു പ്രശ്നങ്ങളും അയാൾ ഓപ്പണിങ് ചെയ്യില്ല. അയാളുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് അയാൾ പുറമെ ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു എനർജിയാണ്. അയാൾക്ക് കിട്ടുന്ന ചീറ്റിങ്ങോ പ്രശ്നങ്ങളോ ഒന്നും ഒരു കാരണവശാലും മറ്റൊരു വ്യക്തികളിലേക്ക് ഷെയറിങ് ചെയ്യില്ല എന്ന ഒരു എനർജിയാണ് കാണുന്നത്. എന്താണേലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ ഫോക്കസിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഫാമിലിക്ക് ഒരു പ്രാധാന്യം കൊടുക്കണമെന്നുള്ളൊരു തിരിച്ചറിവൊക്കെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. മുന്നോട്ടേക്കാണ് ആ ഒരു പേഴ്സൺ പോകുന്നതെങ്കിലും ആ വ്യക്തി തിരിഞ്ഞു നോക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ബാലൻസിലേക്ക് വരുത്താനും ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്കാണ് അയാൾ പ്രാധാന്യം കൊടുക്കുന്നത്. സാമ്പത്തികം, പണം പണം പണം, ആ ഒരു എനർജിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷെ അതിനു വേണ്ടിയിട്ട് പുതിയ പ്രവർത്തനങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാനും ആ ഒരു പ്രോജക്റ്റിൽ നിന്നും എന്തെങ്കിലും നേടിയെടുക്കാനുമുള്ളൊരു സ്റ്റെബിലിറ്റിയൊക്കെ ഉള്ള ഒരാൾ തന്നെയാണ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. അല്ലാണ്ട് അങ്ങനെ മോശമായ ഒരു പേഴ്സൺ ആണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നല്ല കഴിവുള്ള, നല്ല എബിലിറ്റി ഉള്ള, നല്ല മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന തരത്തിൽ ഏത് സിറ്റുവേഷൻസിനെ അതിജീവിക്കാനും ഏത് നഷ്ടങ്ങളെയും നികത്തി കയറി വരാനും എല്ലാം കഴിവുള്ള ഒരു പേഴ്സണെയാണ് കാണാൻ പറ്റുന്നത്. അയാളെ സംബന്ധിച്ച് ഒന്ന് ബാലൻസ് ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നല്ല എഡ്യൂക്കേറ്റഡ് ആയതും നല്ല രീതിയിൽ കാര്യങ്ങളെ കാണാനും നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാനും എല്ലാം പ്രാപ്തമാണ്. നല്ല ഹൈഡിങ് എനർജി ഉള്ളൊരു പേഴ്സൺ കൂടിയാണ്. നിരാശ, നഷ്ടങ്ങളെ എല്ലാം നല്ല രീതിയിൽ ഈ ഒരു വ്യക്തി അതിജീവിക്കുന്നുണ്ട്. മദർ ഓറിയൻറ്റഡ് ആയ ഒരു പേഴ്സൺ ആണ് കേട്ടോ ഇത്. ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഫീമെയിൽ എനർജിയോട്, ഇത് മെയിൽ എനർജിയുടെ ആണെങ്കിൽ അത് ഫീമെയിൽ എനർജിയോട് വളരെയധികം കണക്റ്റഡ് ആണ് എന്നാണ് കാണിക്കുന്നത്. അതിനകത്ത് മദർ എനർജിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ എന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നു. വളരെ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളിൽ തെറ്റു പറ്റിയതിനെ കുറിച്ച് ഓർത്താണെങ്കിലും അതുപോലെ തന്നെ ലൈഫിൽ മറ്റുള്ളവരുടെ ചീറ്റിംഗ് എനർജി ലഭിച്ചതിനെ കുറിച്ചൊക്കെ ഓർത്ത് നല്ല രീതിയിൽ ഈ ഒരു വ്യക്തി സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ച് പാസ്റ്റിലേക്ക് തിരിച്ചു വരണമെന്നും നല്ല രീതിയിലൊരു ആക്ഷൻ എടുക്കണമെന്നും നല്ലൊരു ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിക്ക് സംഭവിക്കുന്നത് ഈ വ്യക്തിയിലേക്ക് ചോയ്സുകൾ വരികയും പെട്ടെന്ന് അതിലേക്ക് അട്രാക്റ്റഡായി കണക്റ്റഡായി പോകുകയും ചെയ്യുന്നു എന്നതാണ് ഏറ്റവും വലിയ ഒരു അവസ്ഥ. ആ ഒരു വ്യക്തിക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു തെറ്റെന്ന് പറയുന്നത് അങ്ങനെ ഒരു സിറ്റുവേഷൻസിലേക്ക് പോകുന്നതാണ് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. ഈ വ്യക്തി പ്രതീക്ഷിക്കാതെ ഇരിക്കുമ്പോഴായിരിക്കും ഓപ്പർച്യൂണിറ്റീസുകൾ വരുന്നത്. പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു മായ വലയത്തിൽ പെട്ടുപോകുന്നു. കാരണം ആ വ്യക്തിയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു മൈൻഡിന് പവർ കുറവാണ്. പെട്ടെന്ന് മറ്റുള്ള സാഹചര്യങ്ങളിലേക്ക് പോയി പെട്ടുപോകുക എന്നത്, അത് ഫിനാൻഷ്യലി ഒക്കെയാണ് ഈ ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ പെട്ടു പോകുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളും ഇമോഷണലി ഉള്ള കാര്യങ്ങളിലും ഈ ഒരു വ്യക്തിക്ക് യാതൊരു രീതിയിലും കൺട്രോളിങ് പവർ ഇല്ല എന്ന് തന്നെ പറയാം നമുക്ക് വ്യക്തമായിട്ടും. എന്താണെങ്കിലും ഈ ഒരു വ്യക്തിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺകണ്ടീഷണൽ ലവ് അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് എവിടെ നിന്ന് ലഭിച്ചാലും അയാൾക്ക് നല്ല ഒരു പക്വതയുള്ള പവിത്രമാകുന്ന സ്നേഹം ലഭിക്കണമെന്ന് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങളിൽ നിന്ന് കിട്ടുന്നതും ആ ഒരു വ്യക്തിക്ക് സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. ഒരു സൺറൈസിങ്, ഞാൻ പറഞ്ഞില്ലേ, സക്സസ് എന്ന ഒരു എനർജിയാണ് ഏറ്റവും കൂടുതൽ അയാളുടെ ലൈഫിൽ കാണുന്നത്. പണം, വിജയിക്കണം, ഉയർന്ന സ്ഥാനത്തിരിക്കണം, എന്നാൽ ഈ ഒരു ഇമോഷണൽ പരമായ കാര്യത്തിൽ അഡിക്ഷൻ കളയാനും സാധിക്കുന്നില്ല എന്നത് തന്നെയാണ് ഈ വ്യക്തിയുടെ വ്യക്തമാകുന്ന ഒരു ക്യാരക്ടർ ബേസ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും.
പ്രത്യേകിച്ച് ഈ ഒരു വ്യക്തിയുടെ കൂടെ ഉള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവായൊരു ഗൈഡൻസ് നൽകാത്തവരുടെ എനർജിയാണ്. പേരൻസ് ഇവർക്ക് നല്ലൊരു സപ്പോർട്ടിങ് എനർജി കൊടുക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും ഈ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസ് വെച്ച് ഒരു ഈഗോയിസ്റ്റിക് ആയ ഒരു എനർജി ഉള്ള ഒരു പേഴ്സണാണ്. നല്ല ഈഗോ ഉള്ളൊരു വ്യക്തിയാണ്. പക്ഷേ ഈ വ്യക്തി എത്ര ഈഗോ കാണിച്ചാലും ഈ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ ബേസിൽ വേണ്ട കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി നടത്തി കടന്നു പോകുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾക്ക് മുന്നിൽ ഒരു ഇമോഷണൽ ബൗണ്ടറി ഇട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളെക്കുറിച്ച് ആ ഒരു പേഴ്സൺ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. കൂടാതെ തന്നെ സ്റ്റക്ക് എനർജിയാണ്. ഒരു കാര്യത്തിലും ഉറച്ച തീരുമാനമെടുക്കാൻ പറ്റാത്ത, അതായത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ എല്ലാ സിറ്റുവേഷൻസിൽ നിന്നും ഫിനാൻഷ്യലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ മായ പോലെ ഇയാളുടെ മുന്നിലേക്ക് വന്നുകൊണ്ട് ഇയാളിൽ അട്രാക്റ്റഡ് ആക്കിക്കൊണ്ടേയിരിക്കുന്നു. അതിനകത്ത് അയാൾ ചെന്ന് പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്ന് തന്നെ നമുക്കിതിനകത്ത് വ്യക്തമായിട്ട് പറയാം. എന്താണെങ്കിലും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഇമോഷൻസിനെ വെറുത്ത്, അതായത് ആ ഒരു സിറ്റുവേഷൻസിനെ അയാൾ ഒഴിവാക്കുക എന്നൊരു എനർജി ഫ്യൂച്ചറിലേക്ക് വരുമെന്നത് 100% ഉറപ്പാണ് കേട്ടോ. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇയാളുടെ ഒരു ജനന സമയം മുതൽ ഒരു ജസ്റ്റിസ് എനർജിയിലാണ് വന്നിരിക്കുന്നത്. അതായത് കർമ്മകൾ പൂർത്തീകരിക്കാനുണ്ട്. ഇയാൾ ചെയ്ത മുൻജന്മങ്ങളിലെ ചില പ്രവർത്തികളെ പൂർത്തീകരിപ്പിക്കുക, അല്ലെങ്കിൽ അവിടെ ആ ഒരു ഇയാളുടെ ഒരു ജനനം തന്നെ അയാളുടെ ഒരു ശിക്ഷയായിട്ട് തന്നെയാണ് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഇതുപോലെ ഒരുപാട് കാര്യങ്ങളിലേക്ക് ചെന്ന് പെട്ടുപോകുന്നതും അതിനകത്ത് ശരി തെറ്റിനെ മനസ്സിലാക്കി എടുക്കാൻ പറ്റാതെ നിൽക്കുന്നതെന്നുമാണ് നമുക്ക് ഈ ഒരു റീഡിങ്സിൽ നിന്ന് കിട്ടിയിരിക്കുന്ന എനർജി കേട്ടോ. എന്താണേലും എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, ഇതൊരു പോസിറ്റീവ് എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. അതുപോലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.